അങ്ങനെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ 2 കണ്ടിരിക്കുകയാണ്. കമൽ ഹാസൻ, ഉലകനായകൻ കമൽ ഹാസൻ, ശങ്കർ സിനിമ. അപ്പോൾ ഇന്ത്യൻ 1 നമ്മളെല്ലാവരും കണ്ട് നമ്മളെല്ലാവരും താത്തയുടെ കട്ട ഫാനാണ്. അങ്ങനെ ഒരു ഫാനിനെ സംബന്ധിച്ച് ഈ സിനിമ കാണാൻ പോവാത്തതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സിനിമയെ മനഃപൂർവ്വം നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നുമല്ല. ഒരു ഇന്ത്യൻ സിനിമ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ ഈ സിനിമ കാണാൻ പോവാത്തതാണ് നല്ലത്. കാരണം ഇതിലൊന്നും എനിക്ക് തോന്നിയില്ല, ഒരു തേങ്ങ എനിക്ക് തോന്നിയില്ല. കാരണം എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തൊരു സാധനം വഴി കടന്നിരുന്നൊരു മനുഷ്യനെ ഹാഷ്ടാഗ് വിട്ട് വിളിച്ചു കൊടുത്തിട്ട് ഇതൊരുമാതിരി ആളെ കളയക്കണ പരിപാടി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൽ തുടക്കം തന്നെ കുറേ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് ഓഫ് കോഴ്സ് ഇന്ത്യൻ സിനിമ അങ്ങനത്തെ ഒരു സാധനം ആണെങ്കിലും ഒരു സ്റ്റോറി ലൈൻ്റെ മുകളിലാണ് അവർ ഈ പരിപാടി മൊത്തം ചെയ്തിരുന്നത്. ഇതൊരുമാതിരി അവിടെ ഇവിടെയും വാരി വെതറി കുറേ പരിപാടികൾ അതിൽ വെറുതെ കൊടുന്നിട്ട് ഈ ചങ്ങായിച്ച 6 പാക്കിൻ്റെ ഒപ്പം ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയം മുതലേ ഈ സിനിമ കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ അനൗൺസ്മെൻറ്റിൽ തന്നെ നമ്മൾ ആലോചിച്ചിരുന്നത് എന്തൊരു ചെയ്യാൻ പോണി സാധനം കൊണ്ടുവന്ന്. കാരണം ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടർ നമുക്കറിയാം ഭയങ്കര ബഡ്ജറ്റ് ഇട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഇട്ട് ചെയ്യാൻ മാത്രം ഇന്ത്യയിലെ അതിൽ ആ ക്യാരക്ടറിനെ മാറ്റുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയമൊക്കെ കറക്റ്റായിട്ട് സ്ക്രീനിൽ കണ്ടു. കാരണം ഇത് 3 മണിക്കൂർ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു പടം. ഇതിൽ ഒന്നും എടുത്ത് പറയില്ല. രവിവർമ്മൻ സാറാണ് ക്യാമറ ചെയ്തതെന്ന് വരെ നമ്മൾ ചില ഷോട്ടൊക്കെ കാണുമ്പോൾ നമ്മളൊരു ഈശ്വര ഈ മനുഷ്യനാണോ അതൊക്കെ ക്യാമറ ചെയ്തതെന്ന് അങ്ങനത്തെ അവസ്ഥയ്ക്ക് എന്നെ കൊണ്ടുപോയി. ഇത് പൊതുവായിട്ട് ഞാൻ പറയില്ല, എന്നെ കൊണ്ടുപോയി. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മേക്കപ്പാണ്. മേക്കപ്പ് എനിക്ക് ബേസിക്കലി സിൻസിയർലി പറയുകയാണെങ്കിൽ കമൽ സാർ ഇങ്ങനത്തെ ഈ മാവ് മുഖത്ത് തേച്ചുള്ള പരിപാടിക്ക് വലിയ താല്പര്യമില്ല. ദശാവതാരം ഓക്കെ, ഇന്ത്യനും ഓക്കെ, സമ്മതിച്ചു. അത് ആ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കുകയാണ്. ഔവൈ ഷൺമുഖി ഒന്നും ചെയ്തത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് ആ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും അതെ നമുക്കത് ഔവൈ ഷൺമുഖി ആ കഥ കൊണ്ട് നമുക്കതിനെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദശാവതാരം ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും. പക്ഷേ ഇത് നമുക്ക് ശരിക്കും മൈദമാവിൽ മുക്കി വെച്ച കമൽഹാസൻ്റെ മുഖം എന്നല്ലാതെ ഇതിൻ്റെ മുകളിലേക്ക് ഇതിനൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് ഇതിൽ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് BGM ഒക്കെ ഓഫ് കോഴ്സ് അനിരുദ്ധ് ചെയ്യണ പോലെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. താത്താവരാറ് പാട്ടൊക്കെ ഈ പടത്തിനെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം എനിക്കത് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതൊരു വിഷയമായിട്ട് തോന്നിയില്ല. കാരണം ഈ പടത്തിന് ആപ്റ്റായിട്ടുള്ള സാധനം തന്നെ ആകെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് 3ാം പാർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ബിഗിനിങ് പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രോ ആണ് ഈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ 2 എടുത്തത്? നിങ്ങൾക്ക് ആ 3ൽ ഒരാദ്യത്തെ 10 മിനിറ്റ് ഇത്രയും 3 മണിക്കൂർ പറഞ്ഞ കഥ ട്രിം ചെയ്ത് കാണിച്ചാൽ, ട്രിമ്മിയൊന്നും വേണ്ട, ഈ കഥ പറയുമ്പോൾ തന്നെ നമുക്ക് 3 മിനിറ്റേ ഉള്ളൂ. അതൊരു 5 മിനിറ്റാക്കി നിങ്ങൾ കാണിച്ചോ, പോട്ടെ 10 മിനിറ്റ് നിങ്ങൾ കാണിച്ചിട്ട് ആ അവസാനം കാണിച്ച ഒരു 5 മിനിറ്റ് ജഗപകം ഉണ്ടല്ലോ, അത് കാണിച്ചിരുന്നെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് അത് കാണുമ്പോൾ രവിവർമ്മൻ എന്ന് പറയുന്ന ക്യാമറമാൻ്റെ വർക്ക് അത് കറക്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൽ അതൊന്നും കാണാനില്ല. വെറുതെ ശങ്കർ സിനിമകൾ കാണുന്ന പോലെ കുറച്ച് പാട്ട് വരുമ്പോൾ ഭയങ്കര കളർഫുൾ വൈബ്രൻറ്റ് സാധനങ്ങൾ. ഞാൻ ഒരിക്കലും ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടറെ കളിയാക്കല്ല, കാരണം അത്രയ്ക്ക് മോശമായിപ്പോയി. കാരണം ഈ പടത്തിൻ്റെ മോശം എന്നല്ല, ഈ പടത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇത് പൊളിറ്റിക്കലി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തീരേണ്ട കേസാണ്. അത് ഇത്രയും വലുതാക്കി ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇതിൽ നമ്മൾ നെടുമുടി വേണിച്ചേട്ടനെയും വിവേകിനെയും ഒക്കെ നമ്മൾ AI ചെയ്തത് അത്രയ്ക്ക് നന്നായിട്ടില്ല. എന്നാലും അവർക്ക് വേറെ വഴിയില്ല, അതുകൊണ്ട് അവർ ചെയ്തു. കാരണം ഈ ബഡ്ജറ്റൊക്കെ വെച്ച് അവർക്ക് ഇനി നന്നായിട്ട് ചെയ്യായിരുന്നു. പക്ഷേ ആകെ കുറച്ച് ഷോട്ടുകളേ ഉള്ളൂ AI ചെയ്തത്, ബാക്കിയൊക്കെ ഒറിജിനലി അവർ അഭിനയിച്ചൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു പാർട്ട് ഒക്കെ അതൊക്കെ ഓക്കെ. അവരെ സ്ക്രീനിൽ കണ്ടപ്പോൾ നമുക്കൊരു സുഖം തോന്നി. പിന്നെ ഒന്നുമില്ല ഈ പടത്തിൽ, സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രയൊക്കെ തന്നെ. അപ്പോൾ ഈ പടം കാണാത്തവർ കണ്ടു നോക്കുക. നമ്മൾ പറയാനായിട്ടൊരു കാണാനൊന്നും പോണ്ട. കാരണം ആസ് എൻ ഓഡിയൻറ്റ് എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. 3 മണിക്കൂർ ഞാൻ എങ്ങനെയാണ് സമയം കളഞ്ഞത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇന്ത്യൻ 2 കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണ്ടേ.